ഹാർഡിന്റെ നമ്മുടെ 20ാമത്തെ ദിവസമാണ്. മാക്സിമം ഷെയർ ചെയ്യണം. ഇത് നമ്മുടെ രാമനാട്ടുകര ഫറോക്ക് കോളേജ് റോട്ടിലുള്ള ഒരു നായയാണ്. ഇതിന്റെ സ്റ്റെപ്പ് കയറി 5.27 കലോറീസ് കുറയും. പിന്നെ ഒന്നൊരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് കിട്ടാ വായിച്ചത് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ വാസുവേട്ടൻ തൊട്ട് കൂടെ കാണണേ അങ്ങനെ നിക്കണോക്കണ്ട, ആള് ഡോണാണ്. ആ നിൽപ്പുണ്ടല്ലേ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ സ്വന്തം അഭിഷേക്. ഇന്ന് 75 ഹാർഡിന്റെ നമ്മുടെ 20ാമത്തെ ദിവസമാണ്. അങ്ങനെ പറയുമ്പോൾ ഇനി 55 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വിട്ടു കൊടുക്കൂല, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല എഫേർട്ട് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒക്കെ വലിയ കൂളായിട്ട് എടുത്തിരുന്നു, പക്ഷെ കുറച്ച് എഫേർട്ട് നന്നായിട്ട് വേണം. വാക്കിങ്, ബുക്ക് വായിക്കല്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മളെ ബാക്കി പരിപാടിയും വർക്കുംപാടെ വരുമ്പോൾ ഒക്കെപ്പാടെ ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുപോകുന്ന ചെറിയ പരിപാടിയേ അല്ല. പക്ഷെ നമ്മൾ വിട്ടെടുക്കൂല, എന്തായാലും ചെയ്ത് മുഴുവനാക്കിയിട്ട് ബാക്കി കാര്യമുള്ളൂ. എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് ആയി ജിമ്മിലേക്ക് നമുക്ക് നേരെ പോവാം. ഇന്നിപ്പോൾ അതുലുണ്ടാവില്ല, അതിൽ തിങ്കളാഴ്ച ആയതുകൊണ്ട് ഓന് നാട്ടിൽ നിന്ന് എത്തുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ വൈകുന്നേരം വന്ന് കളിച്ചോളും. അപ്പോൾ നമ്മളൊന്ന് ഒറ്റയ്ക്കാവും, ജസ്റ്റിനാണ് കളി. എന്തായാലും നമുക്ക് പോയിട്ട് ഉഷാറായിട്ട് കളിച്ചിട്ട് വരാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഇത് നമ്മുടെ രാമനാട്ടുകര ഫറോക്ക് കോളേജ് റോട്ടിലുള്ള ഒരു നായയാണ്. ഇതിന്റെ ബാക്കിൽ എന്തോ മുറി വന്നിട്ടാണ് എന്താണെന്ന് അറിയില്ല, ആകെ പഴുത്ത് നാശമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ നായനെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കയ്യിലെത്തുന്ന വരെ ഇതൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക. കാരണം കണ്ടാൽ തന്നെ പാവം തോന്നും. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതൊന്നും ചെയ്യാനും പറ്റൂല. അപ്പം മാക്സിമം ഇത് ഷെയർ ചെയ്യട്ടോ. അങ്ങനെ നമ്മുടെ ചെറുക്കനത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നേരെ ജിമ്മിലേക്ക് പോവാം. ജിമ്മിലേക്കുള്ള ഈ സ്റ്റെപ്പ് കയറുമ്പോൾ ഓരോ സ്റ്റെപ്പ് മോട്ടിവേഷണൽ ആക്കാൻ വേണ്ടിയിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പ് കയറുന്നതിന് വെച്ചിട്ട് എത്ര കലോറി കുറയുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ എത്ര കലോറി കുറഞ്ഞു എന്നുള്ളത് ശരിക്കും ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടോട്ടൽ സ്റ്റെപ്പ് കയറി 5.27 കലോറീസ് കുറയും. പിന്നെ നമ്മുടെ അർജുട്ടൻ്റെ ഇവിടെ എന്താ വരുന്നുണ്ട് സെലൂട്ടൊക്കെ ചെയ്തിട്ട്. ഇന്ന് പിന്നെ ചെസ്റ്റിനെ ഇനി കളി നല്ല ഉഷാറായിട്ട് കളിച്ച്. പിന്നെ അതും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കായ ഇതുണ്ടായി. പിന്നെ എന്തൊക്കെ വന്നാലും നമ്മൾ വിട്ടുകൊടുക്കൂല എന്നുള്ള വാശിയിലുണ്ട്. നമ്മള് അടിപൊളിയായിട്ട് കളിച്ച് നമ്മളിതാ ബുക്ക് വായിക്കാനുള്ള പരിപാടി സെറ്റാക്കാൻ പോവാണ്. ഇതാ 3ാമത്തെ ബോട്ടിൽ വെള്ളവും സെറ്റായിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാണ്. പിന്നെ ഒന്നൊരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് കിട്ടാ. നല്ലൊരു ഹാപ്പി മൊമെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്തതിന് ഒരു വലിയ റിസൾട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ ചെയ്യുന്നത് കണ്ട് ആളും ജിമ്മിന് പോകാൻ തുടങ്ങി, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കൂടുതൽ എന്താ വേണ്ടത്. ഈ വീഡിയോ എടുക്കുന്നതിനോട് ഞാൻ ആകെ ഉദ്ദേശിച്ച ഈ ഒറ്റ കാര്യം, ആർക്കും ഒരാൾക്ക് മാറി ചിന്തിക്കാൻ പറ്റില്ല. അതാണ് എന്റെ വിജയം, അത് മാത്രമാണ് എന്റെ വിജയം. എന്തായാലും ഇന്ന് ഫുൾ ഹാപ്പിയാണ്. നമ്മളെ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നതിന്റെ ഒരു റിസൾട്ട്, നല്ലൊരു റിസൾട്ട് ഇന്നേക്ക് കിട്ടി. അവൻ വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും നല്ല ഹാപ്പിയായി. എന്തായാലും നമുക്ക് നമ്മുടെ ടാർഗറ്റ്, നമ്മുടെ റൂൾസ് ഫുള്ള് സെറ്റാക്കണം. ബുക്ക് വായിക്കാനുള്ള പരിപാടി സെറ്റാക്കാം. ബുക്ക് വായിച്ചിട്ട് അടിപൊളി ഒരു പോയിന്റ് ആയിട്ട് ഞാൻ വരാം. ഓക്കെ, നമ്മളിന്ന് വായിച്ചത് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ 2 തരം ഹാബിറ്റ് ഉണ്ട്. ഒന്ന് ഗുഡ് ഹാബിറ്റ്, ഒന്ന് ബാഡ് ഹാബിറ്റ്. ഇതിൽ നമ്മൾ നല്ല ഹാബിറ്റാണ് കൂടുതലും നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അടിപൊളിയാവും, കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ബാഡ് ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഫുൾ സ്ട്രഗിൾ ആവും, ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവും, നമുക്ക് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂല, മടി പിടിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറായി മാറും. അപ്പൊ ഇതാണെന്ന് വായിച്ചത് മനസ്സിലായ കാര്യം. ഈ പറഞ്ഞ കാര്യം നിങ്ങളെ ലൈഫായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ. കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹാബിറ്റ് കൊണ്ടുള്ള യൂസും ചീത്ത ഹാബിറ്റ് കൊണ്ടുള്ള പ്രശ്നങ്ങളും. ഓക്കെ, അങ്ങനെ ബുക്കൊക്കെ വായിച്ചൊന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു നൊസ്റ്റാൾജിക് മൊമെന്റ്. മീൻകാരെ ഇപ്പത്തെ കവറും പേപ്പറൊക്കെ ഒഴിവാക്കി നല്ല ഇലയിൽ ഇങ്ങനെ മീൻ പൊതിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമ്മളെ വാസുവേട്ടൻ തൊട്ട് കൂടെ, നമ്മളെ വാസുവേട്ടന്റെ ഷോപ്പാണ് അപ്പുറത്ത് കാണണേ. അങ്ങനെ നിക്കണോക്കണ്ട, ആള് ഡോണാണ്. ആ നിൽപ്പുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ ബാക്കി പരിപാടി കഴിഞ്ഞ് നമ്മൾ നടക്കാൻ ഇറങ്ങിട്ടോ. ഇന്നും കർണാടക വന്നിട്ടില്ല, ആൾക്ക് തിരക്ക്, പണി തിരക്കാണ്. അപ്പം എന്തായാലും ഉഷാറായിട്ട് നമ്മൾ വാക്കിങ് കഴിച്ച് ഇന്നത്തെ ലാസ്റ്റ് ടാസ്ക് കൺഫർമേഷൻ ഇവിടെ സെറ്റാക്കി. അങ്ങനെ രാവിലത്തെ സെൽഫി സെറ്റാക്കി, വർക്കൗട്ട് സെറ്റാക്കി, രാവിലത്തെ 4 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഹെൽത്തി ഫുഡായിരുന്നു, 10 പേജ് ബുക്ക് വായിച്ചു, വർക്കൗട്ട് വൈകുന്നേരത്തെ സെറ്റാക്കി, ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു. ഫുൾ സെറ്റ്, എല്ലാ പരിപാടിയും സെറ്റാക്കി. അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഗുഡ് നൈറ്റ്.